ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ കാർ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തവരായിക്കോട്ടെ, ഇങ്ങനെയുള്ള പലർക്കും തന്നെ റോഡിൽ വാഹനം ഓടിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് തുടക്കക്കാരായ പലർക്കും തന്നെ ഒരു വണ്ടി റോഡിൽ ഒറ്റയ്ക്ക് ഓടിക്കാൻ കഴിയാതെ വരുന്നത്. കൃത്യമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം ഡ്രൈവിംഗിൽ ആരും തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. നിങ്ങൾ ഈ ഒരു കാര്യം കാർ ഡ്രൈവിംഗിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനം ഓടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പറ്റാതെ വരുമോ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ഫിയർ, കോൺഫിഡൻസ് കുറവ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കും. ഡ്രൈവിംഗിലെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഒരു വാഹനത്തെ പതുക്കെ മുന്നോട്ടെടുക്കാനും പതുക്കെ നിർത്താനും പഠിക്കണം. അതുപോലെ ഒരു വാഹനത്തെ കുറച്ച് സ്പീഡിൽ മുന്നോട്ടെടുക്കാനും പെട്ടെന്ന് നിർത്താനും ഡ്രൈവിംഗിൽ പഠിക്കണം. ഇത് നിരപ്പായിട്ടുള്ള റോഡുകളിലും കയറ്റങ്ങളിലും നല്ല രീതിയിൽ പഠിച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാലൻസ് ആക്കാനായിട്ട് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ടെക്നിക് ഉണ്ട്, ഒരു അടിപൊളി ട്രിക്ക്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് എടുത്തിട്ട് ഒന്ന് വണ്ടി എടുത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു വണ്ടി എടുക്കാനായിട്ട് കഴിയും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാലിൻ്റെ ബാലൻസിങ് ആണ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വാഹനത്തെ വേഗത്തിലെടുക്കണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ബാലൻസിങ് ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം, ഒരു വാഹനത്തെ പതുക്കെ എടുക്കാനായിട്ട് കാൽ എങ്ങനെ ബാലൻസ് ആക്കണം, ഇതാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് പഠിച്ചെടുക്കേണ്ടത്. ഞാനിത് നിങ്ങളെ നിരപ്പായിട്ടുള്ള റോഡിലും ചെറിയൊരു കയറ്റത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി ബ്രേക്കിനോട് നേരെ വലത്തേക്കാൽ എടുത്ത് വെക്കുന്നു. കാലിൻ്റെ അടിഭാഗം ഞാൻ ഫ്ലോറിലേക്ക് മുട്ടിച്ച് ബ്രേക്കിലേക്ക് വെക്കുന്നു. ക്ലച്ച് ഇതേ ചവിട്ടുന്ന സമയത്ത് കാലിൻ്റെ മുകൾ ഭാഗം ക്ലച്ചിൽ വെച്ചു. ഇടത്തെ കാലിൻ്റെ എൻഡ്, അതായത് അടിഭാഗം ഞാൻ ഫ്ലോറിലേക്ക് ജസ്റ്റ് വെച്ചു. കാലിലേക്ക് ക്ലച്ചിലേക്ക് കാല് ജസ്റ്റ് എടുത്ത് വെച്ചു. എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ഞാൻ അങ്ങോട്ട് ചവിട്ടുന്ന സമയത്ത് എൻ്റെ ഇടത്തെ കാലിൻ്റെ അടിഭാഗം ഞാൻ ഫ്ലോറിൽ വെച്ചിട്ടില്ല. ഫ്ലോറിൽ നിന്ന് പൊക്കിയിട്ടാണ് ക്ലച്ച് ചവിട്ടുന്നത്. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടത്. ചവിട്ടിയതിന് ശേഷം കാലിൻ്റെ അടിഭാഗം ഫ്ലോറിലേക്ക് വെക്കുക. കണ്ടോ, ഇതാണ് എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്ന ഒരു രീതി. ഇത് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടിയുടെ താക്കോൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നു. വാഹനം ഇതേ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇത് നിങ്ങൾ ഇതുപോലെ കുറച്ചും കൂടെ വേഗത്തിൽ ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഇടുന്നു. അപ്പോൾ കാലിൻ്റെ ബാലൻസിങ് ഇങ്ങനെയാക്കുക. എന്നിട്ട് നമ്മളൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ പലർക്കും സംഭവിക്കുന്ന 1-2 മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനും വണ്ടിയെ നീക്കാനും ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുമ്പോൾ, ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നത് എന്തിനാണ്, വണ്ടിയെ നമ്മൾ നിർത്താനാണ്. ക്ലച്ച് റിലീസ് ചെയ്യുന്നത് എന്തിനാണ്, വണ്ടിയെ മൂവ് ആക്കാനാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ വണ്ടി ഓഫായി പോകും. കാരണം വണ്ടിയെ നീക്കാനായിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, നിർത്താനായിട്ട് ബ്രേക്കും ചവിട്ടി പിടിക്കുന്നു. അപ്പോൾ അത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. എന്നിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് ഇതുപോലെ നമ്മൾ കാല് ചെരിച്ച് ഇങ്ങനെ ചവിട്ടുന്നു. ബ്രേക്കിനോട് നേരെ കാല് വയ്ക്കുന്നു, ആക്സിലറേറ്റർ പെഡലിലേക്ക് ഇങ്ങനെ ചെരിച്ചങ്ങ് ചവിട്ടുന്നു. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ക്ലച്ച് ചെയ്യുന്നതുകൊണ്ടോ കാലിങ്ങോട്ട് റിലീസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ പതിയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും സ്പീഡിലാണ് വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും വേഗത്തിൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അതിന് ഒരുപാട് സ്ലോ ആക്കരുത്. പലരും ഈ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അവിടെ വണ്ടി ഓഫായി പോകും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്ത് വരിക. ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഇതേ അനങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൻ്റെ അടുത്ത് വരുമ്പോൾ ഇടത്തെ കാല് നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഇതേ ഈ ഒരു പോയിന്റ് ബാലൻസ് ചെയ്യുക. അല്ലെങ്കിൽ വണ്ടി അനങ്ങണ്ട, അതിൻ്റെ തൊട്ടു പുറകിലുള്ള ജസ്റ്റ് ആ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ക്ലച്ചേ മാത്രം നിങ്ങൾ വണ്ടി എടുക്കരുത്. അങ്ങനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിനെന്ത് ചെയ്യണം, നമ്മളൊരു ലൈറ്റ് ആക്സിലറേഷൻ ഇവിടെ മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലഴിക്കണം. ഒറ്റയടിക്ക് കാലെടുത്ത്
എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ഇതുകൊണ്ടോ പതിയെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്ത സമയത്തുണ്ടോ എൻ്റെ വണ്ടി ഇതുപോലെ നീങ്ങി. ഇപ്പം നമ്മൾ ആവറേജ് വാഹനം ഇതുകൊണ്ട് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തു. ഇനി വീണ്ടും വണ്ടി നിർത്താനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടണം. രണ്ടാമതായിരിക്കണം ബ്രേക്കിലേക്ക് വരേണ്ടത്. വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുന്നു, പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടുക, രണ്ടാമത് ബ്രേക്കിലേക്ക് വരിക. ആദ്യം കയറി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി പതുക്കെയാണ് മൂവ് ആകുന്നത്. നമ്മൾ ബ്രേക്ക് എടുത്ത് ഹാർഡായിട്ട് ചവിട്ടുമ്പോൾ വണ്ടി എന്ത് ചെയ്യും? മൂവിങ് ഓൾറെഡി കുറവായതുകൊണ്ട് തന്നെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. വണ്ടി നിർത്താനായിട്ട് ആദ്യം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത്. അപ്പം ആദ്യം ക്ലച്ച് ചവിട്ടുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. കാരണം നമ്മൾ പതിയെ ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കിയിട്ട് പതിയെ നിർത്തുവാണ്. അപ്പം നമുക്ക് നിർത്താനായിട്ട് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി. സ്പീഡിൽ പോകുന്നൊരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രേക്കിലേക്ക് കാല് വരണം. കാരണം വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി നിർത്തേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മുടെ വണ്ടി കയറ്റത്താണെങ്കിലോ, കയറ്റത്താണ് എല്ലാവർക്കും വലിയൊരു പ്രശ്നം. കാരണം കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതും ഈ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടുപോകുന്ന ഒരു പ്രശ്നം. ഇത് പല ആൾക്കാർക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് എടുക്കേണ്ട രീതികളൊക്കെ അറിയാം, പക്ഷെങ്കിൽ വാഹനം കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ട്യൂട്ടോറിയൽ അറിയാമെങ്കിൽ പോലും വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പോൾ ഈ റോൾ ആകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാല് നിങ്ങൾ മാറ്റാനേ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളിതുണ്ടോ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു വിറയൽ വരുമല്ലോ, ആ വിറയൽ പോയിന്റ് നിങ്ങൾ ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് തന്നെ ഇതുപോലെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? പതിയെ ബ്രേക്കിൽ നിന്ന് അയച്ച് നോക്കുക വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടോയെന്ന്. ഈ ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും? ഈ ബ്രേക്കിൽ നിന്ന് കാല് പൂർണ്ണമായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കും. അപ്പോൾ വണ്ടി നേരെ ബാക്കിലേക്ക് പോകും. അങ്ങനെയല്ല ബ്രേക്ക് അയക്കേണ്ടത്. ബ്രേക്ക് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് പതുക്കെ കാല് ഒന്ന് അയച്ച് വിട്ടാൽ മതി. കാല് പൊക്കി മാറ്റുമല്ല, ഇതുപോലെ ഇതുണ്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്യുവാണ്. ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് പതിയെ ഇങ്ങനെ കാലും കൊണ്ട് പൊക്കി. എന്നാൽ ബ്രേക്ക് പെടലിൻ്റെ മേളിൽ എൻ്റെ കാലുണ്ട്, എന്നാൽ ബ്രേക്കേലും അല്ല ഇപ്പം നിൽക്കുന്നത്. ഞാൻ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ. ഇത് ബ്രേക്കിൽ ഞാൻ കാലെടുത്തപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി കയറ്റത്ത് ചെറിയ കയറ്റത്തിൽ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ബാലൻസ് ചെയ്ത് പിടിക്കുക. അതിൻ്റെ ചെറിയ കയറ്റങ്ങൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം. ചെറിയ കയറ്റങ്ങളിലാണ് ആദ്യം പ്രാക്ടീസ് എടുക്കേണ്ടത്, വലിയ കയറ്റങ്ങളിലല്ല. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് കാലെടുക്കാവുള്ളൂ. പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായി പോകും. ഇപ്പം ഞാൻ പറയുന്നുണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ കാലയച്ചപ്പോൾ കണ്ടോ എൻ്റെ വണ്ടി കയറ്റത്ത് വളരെ സുഖകരമായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇത് ഒരു ടെക്നിക്ക്. ഇനി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നല്ലൊരു കയറ്റത്തിലേക്ക് എൻ്റെ വണ്ടി ഒന്ന് കയറ്റി നിർത്തുവാണ്. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകാനാണ്. ഇതുകൊണ്ട് ഇപ്പം അത്യാവശ്യം നല്ലൊരു കയറ്റത്തിലേക്ക് എൻ്റെ വണ്ടി നിർത്തുകയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകാനായിട്ടാണ് ഇങ്ങനെ ഓരോ എക്സാമ്പിൾ സഹിതം നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ വണ്ടി എടുക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് റോളായി പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം എങ്ങനെയാണ് തേടേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലും ഉണ്ട്, ക്ലച്ചിലും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ലോക്ക് ബട്ടൺ ഉണ്ടല്ലോ, ഈ ലോക്ക് ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് ഈ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞതുകൊണ്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രേക്കിൽ നിന്ന് കാല് ഇതുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഈ ഹാൻഡ് ബ്രേക്കിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ഹാൻഡ് ബ്രേക്ക് കേബിളൊക്കെ മാറി നല്ല ഹാൻഡ് ബ്രേക്ക് ഒരു അവസ്ഥയിലായിരിക്കണം വാഹനത്തിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സംവിധാനം ഉള്ളത്. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്കിന് എപ്പോഴും നല്ല രീതിയിൽ നിങ്ങൾ മെയിൻ്റനൻസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ അതുകൊണ്ട് വണ്ടി ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വെക്കാം. ബ്രേക്ക് നിങ്ങൾ ചവിട്ടി പിടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ പിടുത്തമുണ്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തമുണ്ട്. എന്നിട്ട് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ ഇങ്ങനെ കാല് റിലീസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഏകദേശം പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഒരുപാട് വിറപ്പിച്ച് വാഹനം ഓഫ് ചെയ്യേണ്ട ഒരു മീഡിയം ലെവലിൽ ഹാഫ് ക്ലച്ചിൻ്റെ ആ വിറയൽ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ നമ്മൾ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് മുന്നോട്ട് കൊടുക്കണം. ഇപ്പം ഇവിടെ നമ്മുടെ വാഹനം കിടക്കുന്ന അത്യാവശ്യം നല്ല കയറ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ
ആക്സിലറേഷൻ കൊടുക്കണം. എന്നാലേ വണ്ടി നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത്, ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി മൂവ് ആകത്തുള്ളൂ. കുറച്ച് രീതിയിൽ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ഓഫായി പോകും. കാരണം കയറ്റത്തിൻ്റെ അളവനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ശകലം കൂടുതലായിട്ട് ഇവിടെ കൊടുത്തു പിടിച്ചുകൊണ്ട് അടുത്ത ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് കാല് പതുക്കെ അയക്കുന്നതിനോടൊപ്പം ആ സെയിം ടൈമിൽ തന്നെ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്യണം. അതുകൊണ്ട് ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ കൊടുത്തു പിടിക്കുന്നു. ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്ന സെയിം ടൈമിൽ തന്നെ ഇതുകൊണ്ട് ഈ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തപ്പം ഇതുകൊണ്ട് എൻ്റെ വണ്ടി ഈ കയറ്റത്ത് കയറി പോവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ കയറ്റങ്ങളിൽ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.